ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മറിയൻ ഡിസൈൻസ്. ഇന്ന് ഞാനൊരു ഫ്രോക്ക് ബൾക്കായിട്ട് ചെയ്തേക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു 8 ഫ്രോക്ക് മിക്കി മൗസിൻ്റെ ഡാൻസിൻ്റെ കോസ്റ്റ്യൂം ഡ്രസ്സാണ്. അതൊരു 8 ഫ്രോക്ക് ഞാൻ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വീഡിയോ ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടില്ല, കട്ടിങ്. അപ്പോൾ 8 ഫ്രോക്ക് ഒരുമിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്ന ഒരു രീതിയും കാര്യങ്ങളും ഒക്കെ, അതുപോലെ നമുക്ക് ഈ ഉടുപ്പിൻ്റെ കട്ടിങ് മൊത്തത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ക്രേപ്പിൻ്റെ ഡോട്ടഡ് മെറ്റീരിയലാണ് സ്കേർട്ട് പോർഷന് വേണ്ടി എടുത്തത്. അതുപോലെ വെൽവെറ്റ് ബ്ലാക്കാണ് ഞാൻ യോക്ക് പോർഷന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ 8 ഉടുപ്പിന് വേണ്ടിയിട്ട് ഞാൻ 1.5 മീറ്റർ കണക്കാക്കി 12 മീറ്ററാണ് കേട്ടോ ക്രേപ്പിൻ്റെ മെറ്റീരിയൽ എടുത്തത്. അത് കറക്റ്റ് അളവിൽ ഉള്ള ഒരു മെഷർമെൻ്റ് ആയിരുന്നു. എനിക്ക് ഒട്ടും വേസ്റ്റായിട്ട് പോയിട്ടില്ല. എന്നാൽ കറക്റ്റായിട്ട് നല്ല ഫുൾ അംബ്രല്ലയായിട്ട് ചെയ്യാൻ ഫ്രോക്കിന് തികയുകയും ചെയ്തു. അപ്പോൾ ഞാൻ ഒരു 2 ഉടുപ്പ് 2 അളവ് 1 ഇഞ്ച് ഇറക്കം വ്യത്യാസമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ 2 ഉടുപ്പ് ഒരുമിച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1.5 മീറ്റർ വീതം 2 പീസ് ഒരുമിച്ച് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ 3 മീറ്റർ ഒരുമിച്ച് എടുത്തിട്ട് അത് ഒരുമിച്ച് വെച്ച് മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് 2ആയിട്ട് മടക്കിയിട്ട് പിന്നീട് ഒന്നുകൂടി മടക്കിയെടുക്കുന്നുണ്ട്. നമുക്കിത് ഫുൾ അംബ്രല്ലയായിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് 4ആയിട്ട് ഫോൾഡ് ചെയ്യുന്ന രീതിയിലാണ് അളവ്. പിന്നീട് അത് കോണായിട്ട് ഒന്നും കൂടെ മടക്കിയിട്ടിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ 8 ഫോൾഡിങ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വേസ്റ്റ് അളവിൻ്റെ തയ്യൽ തുമ്പൊക്കെ കൂട്ടിയിട്ട് അതിൻ്റെ 8-1 നമുക്കിവിടെ അടയാളപ്പെടുത്തി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് 4ആയിട്ട് മടക്കി ഇടുമ്പോൾ 7 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ 8 ആയിട്ട് ഉള്ള അളവിൽ നമുക്ക് 7ൻ്റെ പകുതി 3.5 ഇഞ്ച് മതി കേട്ടോ. അപ്പോൾ 3.5 ഇഞ്ച് കിട്ടാൻ പാകത്തിന് ഞാനിവിടെ അളവ് എടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഏകദേശം ഒരു അളവ് എടുത്തിട്ട് മുകളിലെ കോൺ ഭാഗത്തുനിന്ന് തൊട്ട് നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് റൗണ്ടാക്കി എടുത്ത് നമ്മൾ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ 3.5 ഇഞ്ച് 8ആയിട്ട് മടക്കിയിട്ട് 3.5 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് 4ആയിട്ട് മടക്കിയിട്ട് 7 ഇഞ്ചാണ് വേസ്റ്റിൻ്റെ അവിടുത്തെ അളവ് വരുന്നത്. അപ്പോൾ 8 ഫോൾഡിങ്ങിലാണ് ഞാൻ ഈ 3.5 അടയാളപ്പെടുത്തി കൊടുത്തത്. ഈ 3.5 അടയാളപ്പെടുത്തി കൊടുത്തിൽ നിന്ന് നമുക്ക് സ്കേർട്ട് പോർഷൻ്റെ ലെങ്ത്ത് എത്രയാണോ വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ലെങ്ത്തിൻ്റെ കൂടുതൽ 1 ഇഞ്ചോടെ എക്സ്ട്രാ മാർക്ക് ചെയ്താണ് എടുക്കുന്നുള്ളൂ. ഞാൻ അടിഭാഗം ഫോൾഡ് ചെയ്ത് എടുക്കുന്നില്ല, അതിന് പകരം റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. നമ്മുടെ ഫാഷൻ മേക്കറിൽ റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ അര ഇഞ്ച് തയ്യൽ തുമ്പ് മതി. പിന്നെ യോക്ക് പോർഷൻ പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും 1/2 ഇഞ്ച് എടുത്തു. അങ്ങനെ ഫുള്ളായിട്ട് 1 ഇഞ്ചാണ് എക്സ്ട്രാ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ 16 ഇഞ്ച് ലെങ്ത്താണ് സ്കേർട്ട് പോർഷൻ എടുത്തേക്കുന്നത്. അപ്പോൾ സ്കേർട്ട് പോർഷനിൽ യാതൊരുവിധ എഴുപ്പും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് സ്കേർട്ട് പോർഷൻ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മാർക്ക് ചെയ്ത പോർഷനിൽ കൂടി ഇത് കട്ട് ചെയ്ത് എടുക്കാം. ഇതിൻ്റെ ബാലൻസ് പീസ് ഒരുപാട് വന്നിട്ടുണ്ടല്ലോ എന്ന് നിങ്ങൾക്ക് കട്ടിങ് കഴിയുമ്പോൾ തോന്നും. പക്ഷേ ഇതിൻ്റെ ഇനിയുള്ള കട്ടിങ് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാകും ഇത് കറക്റ്റായിരുന്നത്, നിങ്ങൾക്ക് തികഞ്ഞോന്ന് വരെ നിങ്ങൾക്ക് തോന്നും. അതേ രീതിയിലുള്ള ആവശ്യങ്ങളുണ്ട് നമ്മുടെ ബാക്കി പീസ് കൊണ്ട്. അപ്പോൾ നമ്മുടെ സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്തെടുത്ത് വിടർത്തിയിട്ട് സെൻറ്റർ പോർഷൻ കട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് 4-1 അളവിൽ ഉള്ള ഭാഗത്ത് കൊടുക്കുക. ഇത് വിടർത്തി കഴിയുമ്പോൾ 2 സ്കേർട്ട് പോർഷനാണ്, 2 ഉടുപ്പിൻ്റെ സ്കേർട്ട് പോർഷനാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. ഇനി ബാക്കി വരുന്ന ഭാഗത്തുനിന്ന് നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കണം, ബെൽറ്റ് കട്ട് ചെയ്തെടുക്കണം, അതുപോലെ ഹെയർ ബാൻഡിനും ഫ്രോക്കിനും വേണ്ടി ഓരോ ബോ കട്ട് ചെയ്തെടുക്കണം, അതുപോലെ ബോഡി പാർട്ടിലൊരു ബാൻഡ് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ കുറേ കട്ടിങ്സ് ഉണ്ട്. അപ്പം നമ്മൾ അതിനകത്തുനിന്ന് 2 പീസ് മാറ്റിയിട്ട് 2 പീസ് ഒരുമിച്ചിട്ട് 4ആയിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 സ്ലീവ് ഒരുമിച്ച് ചെയ്യാം. 4 ഇഞ്ചാണ് സ്ലീവിന് ലെങ്ത്ത് വേണ്ടത്. അപ്പം ഞാൻ തയ്യൽ തുമ്പ് 1 ഇഞ്ച് കൂട്ടി 5 ഇഞ്ച് എടുത്തിട്ട് പിന്നെ ഒരു 3 ഇഞ്ച് പഫ് സ്ലീവാണ് ചെയ്യുന്നത്. അപ്പോൾ 3 ഇഞ്ച് പഫിന് വേണ്ടിയിട്ട് പൊക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ 5 ഇഞ്ചിൽ സാധാ പോലെ സ്ലീവ് മാർക്ക് ചെയ്തെടുത്തിട്ട് 3 ഇഞ്ച് പൊക്കിയെടുത്ത ഭാഗത്തു നിന്ന് കുഴിച്ചതുപോലെ വെട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് പഫി ആയിട്ട് കിട്ടും. അതുപോലെ സ്ലീവിൻ്റെ അടിവണ്ണം ഒത്തിരി കുറയ്ക്കുന്നില്ല. അടിഭാഗത്ത് നമ്മൾ ഇലാസ്റ്റിക് വെച്ച് തയ്ച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല പഫി ആയിട്ടുള്ള പഫ് സ്ലീവ് നമുക്ക് കുഞ്ഞു മക്കൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ 2 സ്ലീവിനുള്ള
മെറ്റീരിയൽ നമ്മൾ അവിടെ നിന്ന് കട്ട് ചെയ്ത് 2 സ്ലീവ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ തന്നെ ബാക്കി വന്ന പോർഷനിൽ നമുക്ക് വീതി കൂടുതലായിട്ട് കിട്ടിയ ഭാഗത്ത് ഒരു 5 ഇഞ്ചൊക്കെ വീതി വരുന്ന ഭാഗത്ത് നിന്ന് നമ്മൾ ഒരു 8 ഇഞ്ചോളം നീളത്തിനും നമ്മൾ 2 ബോ വീതം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ 2 ബോ 2 ഉടുപ്പിന് വേണം. അതുപോലെ ആ ഉടുപ്പിൻ്റെ തന്നെ ഹെയർ ബാൻഡിന് 2 ബോ വേണം. അങ്ങനെ 4 പീസ് ആ ഭാഗത്തുനിന്ന് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ഒട്ടും വേസ്റ്റായിട്ട് മെറ്റീരിയൽ കളയാനില്ല ഇതിനകത്ത്. പിന്നെ ബാക്കി വന്ന പോർഷനിൽ നിന്ന് ഞാൻ 2 ചെറിയ പീസുകൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ ഉടുപ്പിൻ്റെ ഫ്രണ്ടിൽ വെക്കാൻ പാകത്തിന് ഉള്ള ബോർഡ് ഫ്രണ്ടിൽ 2 പീസ് ബോർഡ് ഫ്രണ്ടിൽ കവർ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് 2 പീസ് കട്ട് ചെയ്തെടുത്തത്. ഇനി നമ്മൾ ബാക്കി മാറ്റി വെച്ചിരുന്ന പീസിൻ്റെ മുകൾ ഭാഗത്തുനിന്ന് ഒരു 2.25 ഇഞ്ച് വീതിയിൽ 2 പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് ഉടുപ്പിൻ്റെ ഫ്രണ്ടിൽ വെച്ച് കൊടുക്കാനാണ്. അത് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം കേട്ടോ. ഇനി ബാക്കി വരുന്ന പോർഷനിൽ നിന്ന് നമ്മൾ ഉടുപ്പിൻ്റെ വള്ളി വെട്ടിയെടുക്കുന്നുണ്ട്. അതുപോലെ പീറ്റർ പാൻ നെക്കാണ് ഇതിന് വേണ്ടുന്നത്. അപ്പോൾ ആ പീറ്റർ പാൻ്റെ കോളർ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കോളർ കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് യോക്ക് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ യോക്കിന് വേണ്ടുന്ന ലൈനിങ് മെറ്റീരിയലാണ് ആദ്യം മുറിച്ചെടുക്കുന്നത്. യോക്കിൻ്റെ ലെങ്ത്ത് 11 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് 12 ഇഞ്ച് വീതം 8 പീസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് 2.5 മീറ്റർ കറക്റ്റ് 2.5 മീറ്റർ എന്ന് പറയുന്നത് 49 ഇഞ്ച് 1.25 മീറ്റർ. അപ്പം 49ൽ നമുക്ക് 4 പീസ് കിട്ടും. അങ്ങനെ 1.25ൻ്റെ ഇരട്ടി 2.5 മീറ്റർ നമ്മൾ ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ മടക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ മടക്കിയത് കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടോട്ടലായിട്ട് മടക്കി നമ്മുടെ സാധാരണ ഒരു യോക്കിൻ്റെ അളവിനുള്ള പീസിലാക്കി നമ്മളെല്ലാം മടക്കി എടുത്തിട്ടുണ്ട്. ആദ്യം 2ആയിട്ട് മടക്കി പിന്നെ ഒന്നുകൂടി മടക്കി അങ്ങനെ മടക്കി എല്ലാം എടുത്തിട്ടുണ്ട്. കറക്റ്റ് അളവിൽ എടുത്തിട്ട് ഷോൾഡറും ആം ഹോളും മാർക്ക് ചെയ്യുന്നു. 4.5 ഇഞ്ച് വീതമാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇവിടെ ചെസ്റ്റ് അളവ് 7.5 എടുത്തിട്ടുണ്ട്. അവിടെ ബോഡി ലെങ്ത്ത് 12 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. 11 വേണ്ടത്. 1 ഇഞ്ച് തയ്യൽത്തുമ്പോടെ കൂട്ടി 12 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി വേസ്റ്റിൻ്റെ അളവ് 7 ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നത്. ഇനി അവിടെ ഒരു 3/4 ഇഞ്ച് മുകളിലേക്ക് ഷേപ്പ് ചെയ്ത് മാർക്ക് ചെയ്തിട്ട് ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ആം ഹോള് നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്കിനി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ചെസ്റ്റ് അളവിൻ്റെ കൂടുതൽ 8 ഇഞ്ച് ടോട്ടൽ കൂട്ടിയിട്ട് അതിൻ്റെ 4 കണ്ടാണ് നമ്മൾ ഇതുപോലെ ചെസ്റ്റിൻ്റെ അവിടെ മാർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഫ്രോക്കിനെല്ലാം ഒരേ അളവാണ്. UKG സ്റ്റുഡൻസിൻ്റെയാണ്. അപ്പോൾ ഒരു 5-6 വയസ്സായ കുട്ടികളുടെ മെഷർമെൻറ്റിലുള്ള ഈ ഉടുപ്പാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 8 ബോഡി പാർട്ട് നമ്മൾ ലൈനിങ് കട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിനും ബാക്കിനും കൂടി 8 16 പീസ് നമ്മളിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ 8 പീസ് നമ്മൾ ഫ്രണ്ടിനും 8 പീസ് ബാക്കിനും വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിൻ്റെ ലെങ്ത്ത് 4 ഇഞ്ചും വിഡ്ത്ത് 1.5 ഇഞ്ചും മാർക്ക് ചെയ്തെടുത്ത് നെക്ക് കട്ട് ചെയ്ത് മാറ്റാം. അതുപോലെ തന്നെ ബാക്കിൻ്റെയും നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കണം. ബാക്കിന് ഞാനിവിടെ 1.5 ഇഞ്ച് സെയിം ഫ്രണ്ടിലെടുത്ത അതേ അളവ് തന്നെ 1.5 ഇഞ്ച് നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. 3 ഇഞ്ച് നെക്ക് ലെങ്ത്തും മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാ പീസും ഒപ്പമാണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. 8 പീസാണ് ഒരുമിച്ചിരിക്കുന്നത്. അപ്പോൾ കയറി ഇറങ്ങി പോകാതെ അത് ശ്രദ്ധയോടുകൂടി തന്നെ ചെയ്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇനി അതിൻ്റെ സെൻറ്റർ പോർഷൻ ഒന്ന് കട്ടിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിൻ്റെ നല്ല പീസ് വെൽവെറ്റാണ്. അത് കട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ 1.25 മീറ്ററാണ് കറക്റ്റ് അളവിനാണ് മുറിച്ചെടുത്തേക്കുന്നത്. അപ്പോൾ 1.25 മീറ്റർ എന്ന് പറയുമ്പം തുണി ഇതുപോലെ 2ആയിട്ട് മടക്കി ഇട്ടിട്ട് ലെങ്ത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ 36 ഇഞ്ച് ലെങ്ത്താണ്. അപ്പോൾ നമ്മുടെ കറക്റ്റ് അളവാണ് കേട്ടോ. കറക്റ്റ് ഞാൻ അത്ര വലിയ കാൽക്കുലേഷനല്ല, ഒരു ഏകദേശം ഒരു കാൽക്കുലേഷനിലാണ് ഈ മെറ്റീരിയൽ എടുത്തത്. പക്ഷേ എനിക്ക് കറക്റ്റ് അളവിന് ഒട്ടും വേസ്റ്റ് ആവാതെ കറക്റ്റായിട്ടാണ് ഈ ഉടുപ്പിന് നമുക്ക് അളവ് കിട്ടിയത്. അപ്പോൾ നമുക്ക് 36 ഇഞ്ച് ലെങ്ത് ഉണ്ട്. അപ്പോൾ നമുക്ക് 3 പാർട്ട് അതിനകത്ത് നിന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ 44 ഇഞ്ച് വിട്ടുള്ള തുണി ആയതുകൊണ്ട് എനിക്ക് തോന്നി അതിൻ്റെ സൈഡിൽ നിന്നോടെ പീസ് കിട്ടുമെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ 4ആയിട്ടുള്ള ഇത് എടുക്കാഞ്ഞത്. 48 എടുക്കുമ്പോൾ നമുക്ക് 4 പീസ് നേരെ കിട്ടും. അപ്പോൾ സൈഡ് പീസ് വേസ്റ്റായിട്ട് പോകുമല്ലോ. അപ്പോൾ സൈഡിൽ നിന്നോടെ ബോഡി കട്ട് ചെയ്ത് എടുക്കാമെന്ന് വിചാരിച്ച് 1.25 തന്നെ കറക്റ്റ് അളവിലുള്ളത് ഞാൻ മുറിച്ച് മേടിക്കുകയാണ് ചെയ്തത്. വെൽവെറ്റ് എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ തുണി ഇതുപോലെ 2ആയിട്ട് മടക്കിയിട്ട് പിന്നെ ഒന്നുകൂടി മടക്കി കൊടുക്കുന്നുണ്ട്. അവിടെ ഞാനിവിടെ ബോഡി പാർട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നല്ല ഫ്രണ്ട് പാർട്ടാണ് ആദ്യം കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ കട്ട് ചെയ്യുന്ന ഭാഗത്തു നിന്ന് നമുക്ക് 4 ബോഡി പാർട്ട് കിട്ടും. 2ആയിട്ട് തുണി എടുത്ത് പിന്നെ അത് ഒന്നുകൂടി ആണ് എടുക്കുന്നത്. അപ്പോൾ അവിടെ 4 പീസ് ഉണ്ട് കേട്ടോ. അതുപോലെ നമ്മുടെ ലൈനിങ് വെച്ച് കൊടുത്തിട്ട് തന്നെ 4 പീസ്
ഞാൻ കട്ട് ചെയ്ത് എടുക്കുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് 36 ഇഞ്ച് ആണല്ലോ ടോട്ടൽ ഉള്ളത്. അതിലേക്ക് നമുക്ക് ഇനി ഒരു പീസോടെ എടുത്തു കഴിയുമ്പോൾ 24 ആകും. പിന്നെ ബാക്കി വരുന്ന പോർഷനിൽ നിന്ന് നമുക്ക് 4 പീസ് ബാക്ക് പീസോടെ കട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഫ്രണ്ടിലേക്ക് ബാക്കി കിടക്കുന്ന പോർഷനിൽ നിന്ന് നമുക്ക് 2 പ്രാവശ്യം വീതം ബാക്ക് പീസ് കട്ട് ചെയ്ത് അങ്ങനെ 8 ബാക്ക് പീസും കട്ട് ചെയ്യാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഫ്രണ്ടിൻ്റെ ഒരു പോർഷനാണ് കട്ട് ചെയ്യുന്നത്. അതിൻ്റെ നെക്ക് പോർഷനും കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി തന്നെ കട്ട് ചെയ്യണം. എല്ലാം ഒരുമിച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ നെക്കിൻ്റെ എല്ലാ മെഷർമെൻറ്റും ഒരേ രീതിയിൽ കിട്ടാൻ പാകത്തിന് ഇതെനിക്ക് ഒരുപോലെ തന്നെ കട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 4 പീസ് ഫ്രണ്ടിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതേ രീതിയിൽ തന്നെ നമ്മൾ ഒരുമിച്ച് വെച്ച് കൊടുക്കുക. വെൽവെറ്റ് ആയതുകൊണ്ട് ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ അത് ശ്രദ്ധയോടുകൂടി വെച്ച് കൊടുത്ത് അടുത്ത 4 പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം 8 ഉടുപ്പിൻ്റെ ഫ്രണ്ട് ബോഡി പാർട്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് ബോഡിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 24 ഇഞ്ച് നമ്മളവിടെ എടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന 12 ഇഞ്ചിൽ നമ്മുടെ ബാക്ക് പീസിൻ്റെ ലൈനിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് 4 പീസ് കിട്ടും. 4ആയിട്ട് മടക്കി ഇട്ടേക്കുന്നതാണ്. അപ്പോൾ 4 പീസ് ഇവിടെ നമുക്ക് ബാക്ക് പീസിന് കിട്ടും. 4 പീസ് മീൻസ് 4 ഫ്രോക്കിനുള്ള പീസ് കിട്ടും. ഈ ഭാഗത്തുനിന്ന് കിട്ടും. അപ്പോൾ അത് ബാക്ക് പീസ് കട്ട് ചെയ്തതിന് ശേഷം ഇത് വിട്ട് കൂടിയ തുണിയാണല്ലോ, അപ്പോൾ അതിൻ്റെ ബാക്കി വരുന്ന ഭാഗം കിടക്കുന്നുണ്ട്. അത് നമുക്ക് എടുത്തിട്ട് ഇതിൻ്റെ ബാക്ക് പീസ് ബാക്കിയും കൂടി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗത്തൊന്ന് ഓപ്പൺ ആക്കി കൊടുക്കണം. അവിടെ ഫോൾഡിങ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് 4 ഫ്രോക്കിൻ്റെ ബാക്കായിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന ഭാഗത്തുനിന്ന് 2 എണ്ണം വീതം ഇത് 2ആയിട്ട് മടക്കിയിട്ട് അതിൻ്റെ ഡബിൾ ഫോൾഡിങ് ആണ്. നമ്മൾ 36 ഇഞ്ചിൻ്റെ 2 പീസാണല്ലോ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ 2 ഉടുപ്പിനുള്ളതുണ്ട്. അപ്പോൾ അങ്ങനെ 2 പ്രാവശ്യം കൂടെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ബാക്ക് പീസ് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഒന്നുകൂടെ വെച്ച് കൊടുത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ബൾക്കായിട്ട് എത്ര ഫ്രോക്ക് കിട്ടിയാലും ഇതുപോലെ ഒരേ അളവിലുള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലൊക്കെ ചെയ്തെടുക്കാം. വളരെ ഐഡിയപരമായിട്ട് നമ്മളൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ അളവിൽ തന്നെ നമുക്ക് ഉടുപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു ഫ്രോക്കിനുള്ള യോക്കിൻ്റെ പീസ് ഫ്രണ്ടിനും ബാക്കിനും ഉള്ളത് മിച്ചം വന്നിട്ടുണ്ട്. പക്ഷേ നമുക്കത് യോക്ക് പാർട്ടിനായിട്ട് എടുക്കാൻ പറ്റത്തില്ല. ഇത്രയാണ് നമുക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് കുറച്ച് മാത്രം വേസ്റ്റ് മെറ്റീരിയൽ വന്നിട്ടുള്ളൂ. ഫ്രണ്ടും ബാക്കും എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും വേസ്റ്റാണ് നമുക്ക് വന്നിട്ടുള്ളൂ. അപ്പോൾ ഇനി ബാക്കി വന്ന ഈ വേസ്റ്റ് ആയിട്ട് മിച്ചം വന്നതിൽ നിന്ന് നമുക്കൊരു ഫ്രണ്ട് ബാക്ക് ബോഡി കട്ട് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട്. പക്ഷേ നമുക്കിത് ഹെയർ ബാൻഡിന് വേണ്ടിയിട്ട് ബോ കട്ട് ചെയ്യേണ്ടതുണ്ട്. ബോയുടെ ഫ്രണ്ടിൽ ഒരു റെഡിൻ്റെ തുണിയും ഒരു ബ്ലാക്കിൻ്റെ തുണിയും വെച്ച് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം റെഡിൻ്റെ ഫ്രണ്ടിലേക്കാണ് ബ്ലാക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിനേക്കാളും കുറച്ച് അളവ് കുറഞ്ഞ് നീളവും വീതിയും കുറഞ്ഞിട്ടുള്ള അളവിൽ മതി. അപ്പോൾ ഇങ്ങനെ 4 പീസും വെച്ച് 8 പീസ് ഞാനിവിടെ ബോയ്ക്കും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ 1.25 മീറ്റർ വെൽവെറ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. നമുക്ക് കറക്റ്റായിട്ട് എല്ലാത്തിനും നമുക്ക് മെറ്റീരിയൽ കിട്ടി. 8 ബോയ്ക്കുള്ള 8 വെൽവെറ്റിൻ്റെ പീസും 8 സ്കേർട്ട് പോർഷൻ്റെ നമുക്ക് 8 എണ്ണം ബാക്കി 6 ഉടുപ്പിൻ്റെ കട്ട് ചെയ്യുമ്പോൾ അതും നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ എല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 ഉടുപ്പിൻ്റെയാണ് സ്കേർട്ട് പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ നമ്മൾ സ്ലീവ് കട്ട് ചെയ്തിട്ടുള്ള ബാക്കി കുറച്ച് പോർഷൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ ബോഡി പാർട്ട് കട്ട് ചെയ്തിട്ട് ബാക്കി കട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നെക്കിൻ്റെ അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പീറ്റർ പാൻ കോളറാണ് ഫ്രണ്ടിന് വെക്കുന്നത്. അപ്പോൾ നമ്മുടെ ലൈനിങ് വെച്ച് കൊടുത്തിട്ട് ആ പീസിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ നെക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കളയുക. ഇനി ആ കോളറിൻ്റെ മെഷർമെൻറ്റ് അളന്ന് കൊടുക്കുക. അപ്പോൾ ഒരു 2.25 ഇഞ്ച് തുടക്കത്തിൽ ഷോൾഡറിൻ്റെ അവിടെ കൊടുത്ത് അത് നടുഭാഗം വരുമ്പോഴത്തേക്കും 2.5 ആക്കി സെൻറ്റർ ഭാഗത്ത് വരുമ്പോഴത്തേക്കും ഒരു 2.25 ഇഞ്ചാക്കി എടുക്കുക. സെൻറ്ററിലൊന്ന് കർവ് ചെയ്ത് വരച്ച് കൊടുക്കുക. അപ്പോൾ അങ്ങനെയാണ് ഈ കോളർ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉടുപ്പിൻ്റെ നെക്ക് വെച്ചിട്ട് ആണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ റൗണ്ടിന് ചെറിയ കയറ്റിറക്കം ഫ്രണ്ടിൽ ഇച്ചിരി നീളം കൂട്ടിയും സൈഡിലേക്ക് ഇച്ചിരി നീളം കുറച്ചും ആണ്. അപ്പോൾ ഒരു 4 ഇഞ്ച് വീതം അഡ്ജസ്റ്റ് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ സെൻറ്റർ പോർഷൻ ഇതുപോലെ ഒന്ന് വളച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഓപ്പണാക്കി കട്ടിട്ട് കൊടുത്ത് ഓപ്പണാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഒരു ഉടുപ്പിന് വേണ്ടിയിട്ടുള്ളതാണ് കട്ട് ചെയ്തെടുത്തത്. ബാക്കിയുള്ളത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തെടുക്കുകയാണ്. നമുക്ക് ഉടുപ്പിൻ്റെ വള്ളിക്ക് വേണ്ടിയിട്ട് വേണം മെറ്റീരിയൽ. അപ്പോൾ ഇത് ഞാൻ ഒരെണ്ണം കട്ട് ചെയ്തിട്ട് അത് വെച്ച് വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത ഉടുപ്പിനും
വെച്ച് വെട്ടിയെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ സെയിം അളവിൽ തന്നെ ഇപ്പോൾ 2 ഉടുപ്പിനുള്ളത് ആയിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന പീസ് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ വിടർത്തിയെടുക്കുന്നുണ്ട്. ഇനി അതൊന്നുകൂടി മടക്കിയിട്ടിട്ട് നമ്മൾ 2 ഉടുപ്പിനുള്ള വള്ളിയാണ് വെട്ടിയെടുക്കുന്നത്. അപ്പോൾ വള്ളിയുടെ അറ്റ ഭാഗത്ത് വീതി കൂട്ടി നമ്മൾ ബോഡിയിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന ഭാഗത്ത് വീതി കുറച്ചാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വീതി കുറഞ്ഞ രീതിയിൽ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടിയെടുക്കുക. അതിൻ്റെ ഓപ്പണിംഗ് ആയിട്ട് ഉള്ള ഭാഗത്ത് ക്ലോസ് ആയിട്ടിരിക്കുന്ന ഭാഗം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതൊന്നുകൂടി മടക്കിയിട്ടിട്ട് ചെരിച്ച് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് 4 വള്ളി അവിടെ വന്നിട്ടുണ്ട്. അതായത് 2 ഉടുപ്പിനുള്ള വള്ളി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെരിഞ്ഞ് സെൻറ്റർ പോർഷൻ ഉടുപ്പിലേക്ക് വെക്കുന്ന പോർഷൻ വീതി കുറഞ്ഞും അറ്റ ഭാഗം വീതി കൂട്ടിയും ചെരിച്ച് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഉടുപ്പിന് വേണ്ടുന്ന എല്ലാ പാർട്സും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ഉടുപ്പിൻ്റെ ഫുൾ പാർട്ടും ബാക്കി 6 ഉടുപ്പിൻ്റെ ബോഡി പാർട്ടും കട്ട് ചെയ്തു. ഇനി സ്കേർട്ട് പോർഷന് ഞാൻ ഒരു കോട്ടൺ ലൈനിങ് ആണ് എടുത്തത്. അത് നമുക്ക് വേണ്ടുന്ന ലെങ്ത്തിൽ 8 ഉടുപ്പിനും ഒരേ അളവിൽ തന്നെ ഞാനങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ പ്ലീറ്റ് ഇട്ട് ഞുറിവ് ഇട്ടെടുക്കാൻ പാകത്തിനാണ്. ഇത് അമ്പർലയായിട്ട് ഞാൻ വെട്ടിയില്ല, കാരണം കുനുകുനാന്ന് ഞുറിവ് ഇട്ടെടുക്കുമ്പോൾ ഉടുപ്പ് നല്ല സ്റ്റിഫായിട്ട് പൊങ്ങി നിന്നോളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ലൈനിങ് 8 പീസ് ഞാനങ്ങനെ കട്ട് ചെയ്തെടുത്തു. ഇനി ബാക്കി വരുന്ന മെറ്റീരിയൽ ഉണ്ടല്ലോ, നമ്മൾ 12 മീറ്ററിൽ നിന്ന് 3 മീറ്റർ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി 9 മീറ്റർ ഉണ്ട്. ആ 9 മീറ്ററും 6 ആക്കി ഞാൻ മടക്കിയിടുന്നുണ്ട്. ഇവിടെ 1.5 മീറ്റർ ആദ്യം അളന്നെടുത്തിട്ട് അത് 6 പ്രാവശ്യമായിട്ട് മടക്കി എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ബാക്കിയുള്ളതും കൂടി ഞാൻ കട്ട് ചെയ്തത് ഒന്ന് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഉടുപ്പിൻ്റെ കട്ടിങ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 എണ്ണം ഒരുമിച്ച് കട്ട് ചെയ്യുന്നു എന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒരെണ്ണം കട്ട് ചെയ്ത് തയ്ക്കണം എന്നുണ്ടെങ്കിൽ ആ മെഷർമെൻറ്റ് വെച്ച് ചെയ്താൽ മതി. പിന്നെ ഞാൻ ഇത്രയും ഉടുപ്പ് ഒരുമിച്ച് ചെയ്തപ്പോൾ നിങ്ങളെ ഒരുമിച്ച് ഒരേ അളവായതുകൊണ്ടാട്ടോ ഇങ്ങനെ കാണിച്ചു തരാൻ പറ്റിയത്. ഞാൻ ഇതിനു മുമ്പും ഉടുപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും ഓരോരുത്തരുടെ അളവനുസരിച്ച് പല അളവിലാണ് ചെയ്തത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരുമിച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇതുപോലെ ഒരേ അളവിലാവുമ്പോൾ നമുക്കിതുപോലെ ഒരുമിച്ചിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് തുണിയും സമയവും ഒരുപാട് ലാഭം ഉണ്ടാവും. ഞാനിതൊരു രാത്രി 9 മണി 9:30 ആയപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്. 12:30 സമയമായപ്പോഴത്തേക്ക് ഞാൻ 8 ഉടുപ്പിൻ്റെ ഫുൾ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. രാത്രിയാണ് ഇത് ഞാൻ കട്ട് ചെയ്ത് വെച്ചത്. അപ്പോൾ നമ്മൾ 1.5 മീറ്റർ ആക്കി എല്ലാം 6 പീസും മടക്കിയെടുത്തിട്ട് അത് ഒന്നുകൂടി മടക്കിയെടുത്തു. അതിനുശേഷം നമ്മൾ 4ആയിട്ട് മടക്കിയിട്ടുള്ള അളവാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതൊന്നുകൂടി മടക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 4 ഫോൾഡിങ് ആക്കി ഒരു പീസിന് 4 ഫോൾഡിങ് കിട്ടാൻ പാകത്തിന് മടക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ക്ലോസ് ആയിട്ടുള്ള ഭാഗം സെൻറ്ററിലേക്ക് വരാൻ പാകത്തിനും ഓപ്പൺ ആയിട്ടുള്ള ഭാഗം സൈഡിലേക്ക് വരാൻ പാകത്തിനും മടക്കിയിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ കോൺ പീസിൻ്റെ അവിടെ നമുക്ക് വേണ്ടുന്ന അളവ്, നമ്മുടെ അളവ് 3.5 ഇഞ്ചാണല്ലോ, ആ 3.5 ഇഞ്ച് കിട്ടാൻ പാകത്തിന് ഒന്ന് അളന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുകളിൽ നിന്ന് ഒരേ അളവിൽ 4 ഇഞ്ചാണ് 4 ഇഞ്ച് തന്നെ മുകളിൽ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഒരേ രീതിയിൽ തന്നെ അളന്ന് എടുത്തിട്ട് നമുക്ക് കിട്ടുന്ന അളവ് 3.5 ഇഞ്ച് കിട്ടുന്ന വരെ അത് ചെക്ക് ചെയ്ത് അളന്നെടുക്കുക. അതിനുശേഷം അവിടെ നിന്ന് നമുക്ക് ഓരോ പോയിൻറ്റും മാറ്റി മാറ്റി കൊടുത്ത് സ്കേർട്ട് പോർഷൻ അളവ് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തത് 16 ഇഞ്ചായിരുന്നു. ഈ ഉടുപ്പുകൾ 6 എണ്ണം നമുക്ക് കുറച്ച് ഇറക്കം കൂട്ടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ഇഞ്ച് ഇറക്കം കൂട്ടിയാൽ മതി. അപ്പോൾ ഒരു 17 ഇഞ്ചാണ് കൊടുത്തത്. എന്നാലും നമുക്ക് സ്കേർട്ട് പോർഷനിൽ എളുപ്പമൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ 6 ഉടുപ്പിൻ്റെ സ്കേർട്ട് പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എല്ലാത്തിൻ്റെയും സെൻറ്റർ പോർഷനിൽ നിന്ന് നമ്മൾ സൈഡിലേക്ക് അളക്കുമ്പോൾ 7 ഇഞ്ച് വിടർത്തിയിട്ടിട്ടാണ് കേട്ടോ 7 ഇഞ്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ 6 എണ്ണത്തിൻ്റെയും നമ്മൾ പീസുകളെല്ലാം കട്ട് ചെയ്തെടുത്തു. ഇനി അതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ബാക്കി വരുന്ന ഭാഗത്തു നിന്ന് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ 2 ഉടുപ്പിന് 2 പീസ് നമ്മൾ മാറ്റി വെച്ചു. അപ്പോൾ ഈ 6 ഉടുപ്പിന് 6 പീസ് ഫോൾഡിങ് വരുന്ന 6 പീസ് നമുക്ക് മാറ്റി വയ്ക്കാം. ബാക്കി വരുന്ന 6 പീസ് ഇതുപോലെ എടുത്തിട്ട് 2ആയിട്ട് മടക്കിയിട്ട് കൊടുക്കാം. നമുക്ക് 12 സ്ലീവാണ് വേണ്ടത്. അപ്പോൾ 6 പീസ് എടുത്തിട്ട് മടക്കിയിടുമ്പോൾ 12 പീസ് ആകുമല്ലോ. അപ്പോൾ ആ 12 പീസിൽ നിന്ന് 12 സ്ലീവും കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത അതേ മെത്തേഡിൽ തന്നെ മെറ്റീരിയൽ മടക്കിയിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്ലീവ് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്ത് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം ഒരുമിച്ച് വെച്ച് കൊടുക്കുക. നമുക്ക് എല്ലാം ഒരുമിച്ച് ഒരുമിച്ച് വെക്കണം എന്നുള്ള ഒരു പാടേ ഉള്ളൂ. പക്ഷേ നമുക്ക് കട്ടിങ്ങും കാര്യങ്ങളും എല്ലാം വളരെ ഈസിയാണ്. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ നിങ്ങളെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കട്ട് ചെയ്തപ്പോൾ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച് വീഡിയോ എടുത്താണ്. അപ്പോൾ ഞാൻ ആദ്യം കട്ട് ചെയ്ത സ്ലീവ് വെച്ചിട്ട്
രണ്ടാമത് ബാക്കി വരുന്ന ഈ 6 സ്ലീവും ഒരുമിച്ച് തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആദ്യം ചെയ്ത അതേ പ്രോസസ്സ് തന്നെ ഞാൻ കാണിക്കുന്നില്ല. ബോയും അതിനകത്ത് വേണ്ടുന്ന കാര്യങ്ങളും ഒക്കെ ആ പീസിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ബാക്കി വന്ന പീസിൽ നിന്ന് പീറ്റർ പാൻ്റെ കോളറും അതുപോലെ തന്നെ 6 ഉടുപ്പിൻ്റെ വള്ളിയും അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതേ മെത്തേഡിൽ തന്നെ അതേ രീതിയിൽ തന്നെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. ആ വേസ്റ്റ് വരുന്ന ഭാഗത്തുനിന്ന് 6 ഉടുപ്പിന് വേണ്ടുന്ന വള്ളിയും ബോയും എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ വേസ്റ്റിൻ്റെ ഭാഗത്ത് വെക്കുന്ന ചെറിയ ബാൻഡും അതൊക്കെ അതേ രീതിയിൽ തന്നെയാണ് കട്ട് ചെയ്തത്. ഇനി വെൽവെറ്റും ഈ 8 പീസ് വെൽവെറ്റും 8 പീസ് നമ്മൾ ഹെയർ ബാൻഡിന് വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ള ബോർഡ് ഫ്രണ്ടിൽ വെക്കാനുള്ള ചെറിയ പീസുകൾ ബോയോ എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കട്ടിങ്ങിൻ്റെ വീഡിയോ മാത്രമാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോകുമല്ലോ എന്ന് വിചാരിച്ച് പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതിൻ്റെ ഹെയർ ബാൻഡും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പാർട്ട് 3 ആയിട്ട് ചെയ്യാം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പാർട്ട് 1 ഈ 8 ഉടുപ്പിൻ്റെ കട്ടിങ് മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാ പീസും ഒരുമിച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പിറ്റേ ദിവസം തയ്ക്കാൻ ഇവിടെ സ്റ്റാഫുണ്ട്. അവർ വരുമ്പോൾ തയ്ക്കാൻ എളുപ്പത്തിന് ഞാൻ ഓരോ പീസും ഓരോ രീതിയിൽ എല്ലാം എടുത്ത് അടുക്കി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. സ്ലീവ് ഒരിടത്ത്, ബാൻഡ് ഒരിടത്ത്, സ്കേർട്ട് ഒരിടത്ത്, അങ്ങനെ എല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. ബൊഫയിൽ വിളമ്പി വെച്ചേക്കും പോലെ എല്ലാത്തിൽ നിന്നും ഓരോന്ന് എടുത്തുകൊണ്ട് പോയാൽ സ്റ്റിച്ച് ചെയ്യാൻ പാകത്തിനാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. വീഡിയോ കണ്ട എല്ലാവർക്കും ബൈ.